ഹലോ, വെൽക്കം ടു അജയ് കിച്ചൻ. ഇന്ന് ഞാനൊരു ക്യാബേജ് റോസ്റ്റ് ഉണ്ടാക്കാൻ പോവാണേ. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ക്യാബേജിൻ്റെ ഒരു മുറി ഇതിൻ്റെ പാതി തന്നെ എടുത്തിരിക്കണേ. ആ ക്യാബേജ് അരിഞ്ഞ് വെച്ചതാണിത്. ഇത് നമുക്ക് റെഡിയാക്കാൻ നോക്കേ. ഒരു കടായി അടുപ്പി വെച്ചിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓണാക്കേ. ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ. ഓക്കെ, ഒരു 1-1.5 ടേബിൾ സ്പൂണോളം ഉണ്ടേ. എണ്ണ ഒന്ന് ചൂടാവട്ടെ. ഈ ചൂടായ എണ്ണയിലോട്ട് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടട്ടെ. ഈ പൊട്ടിയ കടുകിലോട്ട് ഒരു 3 വെളുത്തുള്ളി ചതച്ചത്, 2 പച്ചമുളക് അരിഞ്ഞത് അത് ഇട്ട്. ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 2 മുളക് മുറിച്ചിട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കാം. ഇനി ഇതിലോട്ട് ഒരു 10-12 സാമ്പാർ ഉള്ളി അരിഞ്ഞത്, അല്ലെങ്കിൽ സവാള ആണെങ്കിൽ ഒരു സവാള അത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴന്ന് വരട്ടെ. അജയ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഇതിനകത്തോട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ക്യാബേജിൻ്റെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇനി ഇതിലോട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാബേജില്ലേ അതിട്ട് കൊടുക്കാം. ഒന്ന് കുറയ്ക്കാം. അതിനകത്തോട്ട് ഇതിനാവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഒന്ന് വാടി കഴിയുമ്പോൾ ഇതൊന്ന് കാണുള്ളൂ. തീ സിമ്മിലിട്ടേക്കുവേ. ഇതെല്ലാം നല്ല മിക്സ് ആക്കാം. ഇനി ഇത് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഒന്ന് കവർ ചെയ്തിട്ട് ഒരു 3 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. ഒരു ശക്കലവും കൂടെ തീർന്നു കൂട്ടാം. മീഡിയത്തിലൊന്നും വെക്കരുത്, കാര്യം കരിഞ്ഞു പോകും. ശക്കലം സിമ്മിനും തൊട്ട് മേലെ വെച്ചിട്ട് ഇങ്ങനെ കിടക്കട്ടെ. നമ്മളെ ക്യാബേജ് നോക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ നമ്മൾ വീട്ടിൽ വറുത്ത് പൊടിച്ച ജീരകപ്പൊടിയെ
ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് വലിയൊരു തക്കാളി അരിഞ്ഞത് അതിട്ട് കൊടുക്കേ. ഇനി ഇതും ഇതുപോലെ ഞാൻ ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് ഇതുപോലെ തന്നെ കിടക്കട്ടെ. നമ്മുടെ ക്യാബേജ് റോസ്റ്റ് നോക്കേ. ആ സിമ്മിൽ തന്നെ ഒരു 2 മിനിറ്റ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ. ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കട്ടെ. ഒക്കെ ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്കിത് ഈ ഒരു പ്ലേറ്റിലോട്ട് പകർന്നു വെക്കാം. ഗ്യാസ് ഓഫ് ആക്കട്ടെ. അപ്പം നോക്കി നല്ല ആവി വറക്കുന്ന ക്യാബേജ് റോസ്റ്റ് നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ എന്ത് രസമെന്നറിയാവോ. ഇത് അധികം പണിയുമില്ല, ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പം ക്യാബേജ് കിട്ടുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത